നമസ്കാരം. ശരത് കുമാറിന് വയസ്സ് 38. ഇവിടെ വരാനുള്ള കാരണമല്ലേ, വയാഗ്ര 100 മില്ലിഗ്രാം കഴിച്ചിട്ടും ഫലമില്ല. ഒന്നല്ല 2 ഗുളികകൾ ഒരുമിച്ച് കഴിച്ചു, എന്നിട്ടും ശരിയാവുന്നില്ല. കല്യാണം കഴിഞ്ഞത് 29-ാം വയസ്സിൽ. ഇത്രയും കാലം ഏകദേശം ജീവിതം തള്ളി നീക്കി. കല്യാണം കഴിച്ച കാലം തൊട്ട് തന്നെ മരുന്നിൽ അഭയം തേടേണ്ടി വന്നു. പല ഡോക്ടേഴ്സിനെയും കണ്ടു. അവർ കുറിച്ചു കൊടുത്ത ഗുളികകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ബന്ധപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ എത്ര ഗുളിക കഴിച്ചിട്ടും ഫലമില്ലാത്ത അവസ്ഥയിലായി. ഡോക്ടർ നിർദ്ദേശിച്ചതിൻ്റെ ഇരട്ടി, മാത്രമല്ല 4 ഇരട്ടി വരെ കഴിച്ചു നോക്കിയിട്ടും ഫലമില്ലാത്ത അവസ്ഥ. അങ്ങനെയാണ് ടെസ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയപ്പോൾ പെനീസിനകത്ത് രക്തപ്രവാഹത്തിന് കാര്യമായ പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ, എനിക്കിതിന് കാരണമുണ്ട്. ഞാൻ 18-ാം വയസ്സിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. യഥേഷ്ടം ചെറുപ്പം മുതൽ തന്നെ പൈസയും ധാരാളമായി കയ്യിൽ കിട്ടിയിരുന്നു. എവിടുന്നോ കണ്ട ഒരു പമ്പ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ആരോ കൂട്ടുകാർ പറഞ്ഞു, ലിംഗം വലുതാക്കാൻ മരുന്ന് കിട്ടും, പമ്പുകൾ കിട്ടും. അങ്ങനെ അദ്ദേഹത്തിന് തോന്നി ലിംഗം ചെറുതാണ്. അത് വലുതാക്കാൻ വേണ്ടി കുറേ മരുന്നുകൾ കഴിച്ചു. പിന്നീട് എവിടുന്നോ കിട്ടിയ ഒരു എയർ പമ്പെന്നാണ് അദ്ദേഹം അതിനെ വർണ്ണിച്ചത്. എയർ പമ്പ് യൂസ് ചെയ്തു. എയർ പമ്പ് പെനീസിന് മുകളിൽ വെച്ചിട്ട് പ്രഷർ അടിക്കുന്ന എന്തോ ഒരു ഉപകരണമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രഷർ അടിച്ചു. ഒരു തവണ പ്രഷർ അടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കൂടിപ്പോയി, നന്നേ വേദനയെടുത്തു. ആ സമയത്ത് എന്തോ പൊട്ടിയതുപോലെ ഒടിഞ്ഞതുപോലെയൊക്കെ ശബ്ദം കേട്ടു എന്നാണ് ആൾ പറയുന്നത്. എന്തായാലും ഈ പമ്പ് ഒരു 3-4 വർഷം അദ്ദേഹം യൂസ് ചെയ്തു. വലിപ്പം കൂടും എന്നുള്ള പ്രതീക്ഷയിൽ. ശരിയാണ്, പമ്പ് അടിക്കുന്ന സമയത്ത് വലിപ്പം കൂടുന്നുണ്ട്. അടിച്ച് നിർത്തിക്കഴിഞ്ഞാലില്ല, ചുരുങ്ങിക്കഴിയുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ അവസാനം അത് നിർത്തി. പമ്പ് കേടായപ്പോൾ അത് നിർത്തി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, അന്ന് പമ്പ് അടിച്ചുകൊണ്ടായിരിക്കാൻ ഡാമേജ് വന്നു. അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ ഉത്കണ്ഠ ഇദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടി. കല്യാണം കഴിച്ച സമയം തൊട്ട് തന്നെ മരുന്ന് കഴിച്ചിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്. ഇപ്പോൾ പ്രശ്നമുണ്ട്, മരുന്ന് ഫലിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് ഇനി ഒരു ഇംപ്ലാന്റ് ഓപ്പറേഷൻ മാത്രമേ സക്സസ്ഫുൾ ആവുകയുള്ളൂ. ആ ഒരവസ്ഥയിലാണ് ഇപ്പോഴദ്ദേഹം ഉള്ളത്. പക്ഷേ മുൻപ് ഉപയോഗിച്ച് കഴിച്ചിരുന്ന മരുന്നുകളെപ്പറ്റിയും പമ്പുകളെപ്പറ്റിയൊക്കെ, പമ്പ് ഉപയോഗിച്ചതിനെ പറ്റിയൊക്കെ വളരെ വറീഡാണ്. അപ്പോൾ ഇനിയുള്ള എന്ത് ചികിത്സ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ അദ്ദേഹത്തിന് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെയാണ് കൊടുക്കേണ്ടി വന്നത്. അത്രമാത്രം അതിൽ നിരാശനായിരുന്നു. അപ്പോൾ പലർക്കും ഈ അനുഭവം ഉണ്ടാവാം. പലരും മാർക്കറ്റിൽ കിട്ടുന്ന പല ഔഷധങ്ങളും യാതൊരു പ്രിസ്ക്രിപ്ഷനും കൂടാതെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ചില വസ്തുക്കൾ ലിംഗം വലുതാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് പിൽക്കാലത്ത് ദോഷങ്ങൾ വരുത്തി വച്ചേക്കാം. ഇദ്ദേഹം പമ്പ് ഉപയോഗിച്ചതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഇതൊക്കെ പിന്നീട് നമ്മുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്നതിനും നിരാശയുണ്ടാക്കുന്നതിനും കാരണമാകും. അപ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാത്ത ചികിത്സകൾ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചെയ്യാതിരിക്കുക. സ്വയം ചികിത്സിക്കുന്നത് ഒഴിവാക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വാളിഫൈഡ് ഡോക്ടേഴ്സിനെ, അത് ഏത് സ്പെഷ്യാലിറ്റിയുമാകട്ടെ, ക്വാളിഫൈഡ് ഡോക്ടേഴ്സിനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ടതിന് ശേഷം മാത്രം ചികിത്സ തേടുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.